Welcome to Quantum Mechanics, പാർട്ട് 33. നമ്മൾ ഇതുവരെ കണ്ട സംഗതികളുടെയൊക്കെ ഒരു സംക്ഷിപ്ത രൂപം, ഒരു റിവ്യൂ. എന്നാലേ അടുത്ത ക്വസ്റ്റ്യൻസിലോട്ടും ഒന്ന് രണ്ട് പ്രൂഫുകളും ഉണ്ട്. അങ്ങോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു റിവ്യൂ, ഒന്ന് ഓർമ്മപ്പെടുത്തൽ, അതുമല്ലാതെ ഓരോ പോയിന്റുകളും. ഫസ്റ്റ് വൺ ഒരു ബ്രീഫ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആൻഡ് കോംപ്റ്റൺ എഫക്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ദി പാർട്ടിക്കിൾ ലൈക്ക് നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പോൾ ലൈറ്റ്, ക്വാണ്ടം എഫക്റ്റ് അല്ലെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുന്നു എന്ന് സ്ഥാപിച്ച രണ്ട് എഫക്റ്റുകളാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും കോംപ്റ്റൺ എഫക്റ്റും. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് ഐൻസ്റ്റൈൻ്റെ ഫേമസ് ഇക്വേഷൻ ½ mv മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺ, ½ mv maximum square equals h nu minus h nu 0. Nu is the frequency of the incident radiation. Nu 0 is the threshold frequency or cutoff frequency. H nu 0 is the threshold work function, photoelectric work function. മറ്റൊരു ഫോമിൽ എഴുതിയാൽ ഈ വി എസ് ഈക്വൽസ് ½ mv മാക്സിമം സ്ക്വയർ ഈക്വൽസ് എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ 0. വി എസ് ഈസ് കോൾഡ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നാ പറയുക. അല്ല, എമിഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട മിനിമം നെഗറ്റീവ് പൊട്ടൻഷ്യൽ. ഇത് ഈ രണ്ട് ഇക്വേഷനകത്ത് ഉള്ളൂ. കോംപ്റ്റൺ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ റിഡക്ഷൻ ഇൻ എനർജി ഓഫ് എ ഫോട്ടോൺ വെൻ ഇറ്റ് ഈസ് സ്കാറ്റേർഡ് ബൈ ഫ്രീ ഇലക്ട്രോൺസ്. നമ്മളതിൻ്റെ ഡെറിവേഷനൊക്കെ കണ്ടതാണ്. അവിടെ ഒരു ഫോർമുലയുണ്ട്. ഫ്രീക്വൻസി, ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി ആയിരിക്കില്ല ഫ്രീ ഇലക്ട്രോണിൽ തട്ടി അത് സ്കാറ്റർ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത്. അപ്പോൾ ആ വേവ് ലെങ്ത് തമ്മിലുള്ള ബിഫോർ ആൻഡ് ആഫ്റ്റർ കോംപ്റ്റൺ എഫക്റ്റ് വേവ് ലെങ്ത് തമ്മിലുള്ള ഡിഫറൻസ്, അതിനെ കോംപ്റ്റൺ ഷിഫ്റ്റ്, ഇത് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഡെൽറ്റ ലാംഡ ഈക്വൽസ് h/m0c into 1 minus cos theta. Theta is the angle of scattering of the photon, gamma ray or gamma ray photon. m0 is the rest mass of electron, lambda is the wavelength of the incident light, c is the velocity of light. h/m0c എന്ന് പറയുന്നവരെ കോംപ്റ്റൺ വേവ് ലെങ്ത്, ദിസ് ഫാക്ടർ കോംപ്റ്റൺ വേവ് ലെങ്ത്. അപ്പോൾ ചുരുക്കത്തിൽ കോംപ്റ്റൺ എഫക്റ്റ് ഈസ് ദി റിഡക്ഷൻ ഇൻ എനർജി ഓഫ് എ ഗാമ റേ ഫോട്ടോൺ ഓർ എക്സ്റേ ഫോട്ടോൺ വെൻ ഇറ്റ് ഈസ് സ്കാറ്റേർഡ് ബൈ എ ഫ്രീ ഇലക്ട്രോൺ. അതിൻ്റെ ഫോർമുല ഉണ്ട്. അത് ഡിറൈവ് ചെയ്യാൻ നമ്മൾ പോസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. അടുത്ത പോയിൻ്റ്, ഫ്രാങ്ക് ഹെഡ്സ് എക്സ്പെരിമെൻറ്റ് പ്രൂവ്ഡ് മെക്കാനിക്കൽ എനർജി ലൈക്ക് കൈനറ്റിക് എനർജി. Mechanical energy, like electromagnetic energy, is absorbed by atoms, is discrete in discrete quanta. Photoelectric effectilum, Compton effectilum, electromagnetic radiation and energy quantized ആണെന്ന് സ്ഥാപിച്ചു. അതേസമയം ഫ്രാങ്ക് ഹെഡ്സ് എക്സ്പെരിമെൻറ്റിൽ മെക്കാനിക്കൽ എനർജി, മെറ്റീരിയൽ പാർട്ടിക്കിൾസിൻ്റെ മെക്കാനിക്കൽ എനർജി ഒരാറ്റം മോളിക്യൂളൊക്കെ അബ്സോർബ് ചെയ്യുന്നതും ഡിസ്ക്രീറ്റ് എനർജി ഉള്ള ഇലക്ട്രോൺസിനെ മാത്രമാണ് എന്ന് ഉള്ള തെളിവാണ് ഫ്രാങ്ക് ഹെഡ്സ് എക്സ്പെരിമെൻറ്റിൽ നിന്ന് കിട്ടുന്നത്.
മറ്റേ റേഡിയൻ്റ് എനർജി ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറയുന്നു. ഇവിടെ മെറ്റീരിയൽ പാർട്ടിക്കിൾ, ഇലക്ട്രോണെ പോലുള്ള മെറ്റീരിയൽ പാർട്ടിക്കിൾസിൻ്റെ എനർജി, ക്വാണ്ടൈസ്ഡ് എനർജി മാത്രമേ ഒരു സിസ്റ്റം, അറ്റോമിക് സിസ്റ്റം അബ്സോർബ് ചെയ്യാറുള്ളൂ. നിശ്ചിത എനർജിയുള്ള ഇലക്ട്രോൺസിനെ മാത്രമേ അബ്സോർപ്ഷൻ നടന്നുള്ളൂ. അത് വിശദമായിട്ട് പോസ്റ്റിംഗ് ഇട്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഈ പോയിൻ്റ് കൊച്ചു കൊച്ചു ചോദ്യങ്ങളൊക്കെ വരും, അപ്പോൾ ശ്രദ്ധിച്ചോളാം. Davison Germer experiment established that particles exhibit wave-like character. അതാണ് ഡേവിസൺ ജെർമർ എക്സ്പെരിമെൻ്റ്. അവിടെ ഇലക്ട്രോണിനെ ഡിഫ്രാക്റ്റ് ചെയ്യുന്നു നിക്കൽ ക്രിസ്റ്റൽ ഉപയോഗിച്ച്. അപ്പോൾ കിട്ടുന്ന ഡിഫ്രാക്ഷൻ പാറ്റേൺ എക്സ്റേയുടെ ഡിഫ്രാക്ഷൻ പാറ്റേണുമായിട്ട് വളരെയേറെ മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഇലക്ട്രോണിനൊക്കെ വേവ് ലൈക്ക് ക്യാരക്ടർ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടത്. അപ്പോൾ ഓരോ എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കം ഓരോന്നാണ്. ഫ്രാങ്ക് ഹെർട്സ് എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെയൊക്കെ മെക്കാനിക്കൽ എനർജി ക്വാണ്ടൈസ്ഡാണ്. അതേ ഒരു പ്രത്യേക എനർജി മാത്രമുള്ള ഇലക്ട്രോണിൻ്റെ എനർജിയെ ആറ്റങ്ങൾ അബ്സോർബ് ചെയ്യാറുള്ളൂ, ആറ്റത്തിനിടയിൽ കൂടി ഇത് കടന്നു പോകുമ്പോൾ. ഡേവിസൺ ജെർമർ എക്സ്പെരിമെൻറ്റ് പറയുന്നത് ഇലക്ട്രോണിനെ പോലെയുള്ള പാർട്ടിക്കിൾസ് എക്സ്റേ ഫോട്ടോണിൻ്റെ എക്സ്റേ വേവ്സിൻ്റെ കൂട്ട് ഡിഫ്രാക്ഷൻ നടത്തുന്നു ക്രിസ്റ്റലുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്നാണ്. അപ്പം വേവിലേക്ക് ക്യാരക്ടർ രംഗത്ത് തെളിയിച്ചു ഡേവിസൺ ജെർമർ എക്സ്പെരിമെൻ്റ്. അത് ഞാനൊരു പോസ്റ്റിങ്ങിൽ ഇട്ടിട്ടുണ്ട്. അടുത്ത പോയിൻ്റ്, മൊമെൻറ്റം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഡി ബ്രോഫ് വേവ് ലെങ്ത് എന്ന് പറയണ്ട, പൊതുവെ ഡി ബ്രോഫിന് മുമ്പേ ഉള്ള ഡി ബ്രോഫ് വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴാണ്. പൊതുവെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ വേവ് ലെങ്ത് ലാംഡ പി ഈക്വൽസ് എച്ച് ബൈ ലാംഡ. എച്ച് ഈസ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. അടുത്തത് പോയിൻറ്റ് 6. ഡി ബ്രോഫ് വേവ് ലെങ്ത് ഓഫ് എ മെറ്റീരിയൽ പാർട്ടിക്കിൾ ഓഫ് മാസ് m moving it with the speed of v, lambda equals h by mv, mass into velocity. If E is the kinetic energy of the particle, പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി തന്നിരിക്കുന്നെങ്കിൽ ഡി ബ്രോഫ് വേവ് ലെങ്ത് ലാംഡ ഈക്വൽസ് h by root of 2m into E. Where E is the kinetic energy. ഇതിൻ്റെ സ്ഥാനത്ത് അവിടെ ഹാഫ് എം വി സ്ക്വയർ ഈക്വൽസ് ഇ ഈക്വൽസ് ഹാഫ് എം വി സ്ക്വയർ, അല്ലെ ഇ ഈക്വൽസ് പി സ്ക്വയർ ബൈ 2m. ഫ്രം ഇസ് പി ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് 2me. അപ്പോൾ എച്ച് ബൈ പി, എച്ച് ബൈ എം വി, അതാണല്ലോ ഡി ബ്രോഫ് വരുന്നത്. അപ്പോൾ എച്ച് ബൈ റൂട്ട് ഓഫ് 2me. ഇഫ് ഈസ് തെർമൽ എനർജി, ടി ടെമ്പറേച്ചർ, ഇപ്പോൾ ഒരു ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ടിയാണ്, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ടി കെൽവിൻ, എങ്കിൽ അതിലെ ഒരു ആറ്റത്തിനും ഒരു മോളിക്യൂളിൻ്റെ ഒക്കെ ഡി ബ്രോഫ് വേവ് ലെങ്ത് പറയുമ്പോൾ ഇതേ ഫോർമുല ഉപയോഗിക്കട്ടെ. ഇവിടെ ഈയുടെ സ്ഥാനത്ത് ഇത് ഇക്വിപാർട്ടീഷൻ തിയറം ഉപയോഗിക്കണം. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ, അതായത് എനർജി, കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഓറേ ഇപ്പം ന്യൂട്രോൺ എന്നോ പ്രോട്ടോൺ എന്നൊക്കെ പറഞ്ഞാലും സെയിം തിങ്. kinetic energy per atom or per molecule or per a single particle with each degree of freedom is half kT, where k is the Boltzmann constant. അപ്പോൾ ഈയുടെ സ്ഥാനത്ത്, കൈനറ്റിക് എനർജിയുടെ സ്ഥാനത്ത് ഹാഫ് കെ ടി, അത് പെർ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനാണ്. എഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ആൻ അറ്റോമിക് പാർട്ടിക്കിൾ ഓർ molecule or atom in the thermal state in thermal form. ടെമ്പറേച്ചർ കൊണ്ടുണ്ടാവുന്ന കൈനറ്റിക് എനർജി, ഹീറ്റ് കൊണ്ടുണ്ടാവുന്ന കൈനറ്റിക് എനർജി ആറ്റങ്ങൾക്ക്, അത് എഫ് ഇൻറ്റു ഹാഫ് കെ ടി എന്നാണ്, പെർ മോളിക്യൂൾ ഓർ പെർ എസ് പാർട്ടിക്കിൾ. എഫ് ഈസ് എ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഒരു സിംഗിൾ പാർട്ടിക്കിളാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം 3. അത് ക്വസ്റ്റിന് തരും.
5, 6 എന്നൊക്കെ പറയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. നിങ്ങൾ താഴത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാംഡ ഈസ് h/√2m ഇൻറ്റു ഇയുടെ സ്ഥാനത്ത് f ഇൻറ്റു ഹാഫ് kT. ഇത് എനർജി പെർ ഡിഗ്രി ഓഫ് ഫ്രീഡം. എഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ f ഇൻറ്റു ഹാഫ് kT. ഇതപ്പോൾ ഇയുടെ സ്ഥാനത്ത് വരുന്ന ടേമാണ്. ഇതിനെ ബേസ് ചെയ്ത് ഞാൻ ചോദ്യം ചെയ്തിട്ട് പ്രോബ്ലം ചെയ്തിട്ടുണ്ട് നേരത്തെ ഉള്ള പോസ്റ്റിൽ. അപ്പോൾ ഇത്ര സംഗതി ഈ ഡീപ്പർ ഓഫ് വേവ് ലെങ്ത് കണ്ടുപിടിക്കുന്നതായിട്ട് അറിഞ്ഞിരിക്കണം. അടുത്ത നമ്പർ 7, ക്വാണ്ടം മെക്കാനിക്കൽ കൗണ്ടർ പാർട്ട് ഓഫ് പാർട്ടിക്കിൾ ഇൻ ക്ലാസിക്കൽ ഫിസിക്സ്. ക്ലാസിക്കൽ ഫിസിക്സിലെ പാർട്ടിക്കിൾ എന്ന് പറയുന്നതിന് പകരം അതിന് തത്തുല്യമായിട്ടുള്ള എൻറ്റൈറ്റി ക്വാണ്ടം മെക്കാനിക്സിൽ ഏതാണെന്ന് ചോദിച്ചാൽ ദറ്റ് ഈസ് വേവ് പാക്കറ്റ്. അപ്പോൾ വേവ് പാക്കറ്റ് കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് അവിടെ പറയുന്നതിന് വരെ ഇവിടെ എന്ത് പറയുന്നു അതിനെ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ ക്ലാസിക്കൽ ഫിസിക്സിൽ പാർട്ടിക്കിൾ പറയുന്നിടത്തെല്ലാം അതിൻ്റെ സ്ഥാനത്ത് ഇവിടെ ക്വാണ്ടം മെക്കാനിക്സിൽ വേവ് പാക്കറ്റാണ് പറയുക. കാരണം പാർട്ടിക്കിളിൻ്റെ അതേ സ്പീഡിൽ തന്നെ അതിനോടൊപ്പം തന്നെ വേവ് പാക്കറ്റ് സഞ്ചരിക്കുന്നു എന്നൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ പോയിൻ്റ് അറിഞ്ഞിരിക്കുക. അത് നമുക്ക് ഏൺഫസ് തിയറത്തിൽ അത് പറയുന്നുണ്ട്. നമുക്കിനി അതിൻ്റെ പ്രൂഫ് രണ്ടോ മൂന്നോ രീതിയിലുള്ള പ്രൂഫ് ഞാൻ എടുക്കും. അപ്പോൾ അതിന് മുമ്പ് ഇതിൽ തയ്യാറെടുപ്പ് ആവശ്യമാണ്. ഓപ്പറേറ്ററൊക്കെ ഒന്നുകൂടെ ബ്രീഫ് ചെയ്യണം. പോയിൻ്റ് 8, വെലോസിറ്റി ഓഫ് വേവ് പാക്കറ്റ് ഈസ് കോൾഡ് ഗ്രൂപ്പ് വെലോസിറ്റി. ആ ഗ്രൂപ്പ് വെലോസിറ്റി പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിക്ക് തുല്യമാണ്, വിച്ച് ഈസ് ഈക്വൽ ടു ദി പാർട്ടിക്കിൾ വെലോസിറ്റി വിത്ത് വിച്ച് ദി വേവ് പാക്കറ്റ് ഈസ് അസോസിയേറ്റഡ്. അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. Vp ഈക്വൽസ് v. അടുത്ത പോയിൻ്റ്, അപ്പോൾ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എത്രയാണോ അത് തന്നെയാണ് വേവ് പാക്കറ്റിൻ്റെ വെലോസിറ്റി. അതിന് പറയുന്ന പേരാ ഗ്രൂപ്പ് വെലോസിറ്റി ഓഫ് ദി വേവ് പാക്കറ്റ്. അതെല്ലാം ഞാൻ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അടുത്ത പോയിൻ്റ്, വെലോസിറ്റി ഓഫ് മാറ്റർ വേവ്. വെലോസിറ്റി ഓഫ് മാറ്റർ വേവ് അത് W എന്ന് VP എന്നോ സിമ്പിൾ കൊടുക്കുക. അതിന് പറയുന്ന പേരാ ഫേസ് വെലോസിറ്റി. ഈസ് ഡിഫറെൻറ്റ് ഫ്രം വെലോസിറ്റി ഓഫ് കൺസേൺഡ് പാർട്ടിക്കിൾ V. The two are related in the form W or VP equals c square by v, where c is the velocity of light and v is the particle velocity. അപ്പോൾ ഒരു സിംഗിൾ വേവ് മാറ്റർ വേവ് എടുത്താൽ അതിൻ്റെ വെലോസിറ്റി W or VP ഈക്വൽസ് c square by v. ഇത് v ഒക്കെ വളരെ കൂടുതലാണ് VP. അതുകൊണ്ട് പാർട്ടിക്കിളിൻ്റെ കൂടെ നിൽക്കില്ല. അതിനെ ഗ്രൂപ്പ് ഓഫ് വേവ്സിനെ കമ്പൈൻ ചെയ്ത് വേവ് പാക്കറ്റ് ഫോം ചെയ്യുന്നത്. വേവ് പാക്കറ്റ് ഫോം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി പാർട്ടിക്കിൾ വെലോസിറ്റിക്ക് തുല്യമാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേവ് പാക്കറ്റെന്നോ അതിനെ പൈലറ്റ് വേവ് എന്നോ ഒക്കെ വിളിക്കും വേവ് പാക്കറ്റ്. അത് ഈ പാർട്ടിക്കിളിൻ്റെ കൂടെ തന്നെ പോയിക്കോളും. കാരണം രണ്ടിനും ഒരു വെലോസിറ്റിയാണ്. അപ്പോൾ മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ പാർട്ടിക്കിളിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് വേവ് പാക്കറ്റ് ഡിറ്റക്റ്റ് ചെയ്താൽ മതി. ഫിസിക്കലായിട്ട് വേവ് പാക്കറ്റ് മാങ്ങാത്തൊലിയൊന്നുമില്ല, അതിനെ ഡിറ്റക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. ഇത് കാൽക്കുലേഷൻ തിയറിക്കകത്ത് നമ്മൾ കണ്ടുമുട്ടുക എന്നുള്ള അർത്ഥത്തിലായി പറയുന്നു. അടുത്ത ഗ്രൂപ്പ് വെലോസിറ്റിയും ഫേസ് വെലോസിറ്റിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു. large number of waves differing in wavelength by small amounts. വേവ് ലെങ്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ള അനേകം വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോഴാണ് വേവ് പാക്കറ്റ് ഫോം ചെയ്യുക. ആ വേവ് പാക്കറ്റിൻ്റെ വെലോസിറ്റിയാണ് ഗ്രൂപ്പ് വെലോസിറ്റി. അത് ഫോം ചെയ്ത ഇൻഡിവിജ്വൽ വേവ്സിൻ്റെ വെലോസിറ്റിയാണ് ഫേസ് വെലോസിറ്റി. These two are related as Vg equals Vp. V group equals V phase minus lambda into Vp by d lambda. ഇത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
നോൺ ഡിസ്പേഴ്സീവ് മീഡിയം എന്ന് പറയുമ്പോൾ ഡി വി പി ബൈ ഡി ലാംഡ അങ്ങ് 0 ആകും. അങ്ങനെയാണ് വി ജി ഈക്വൽസ് വി പി. അതാണ് ലൈറ്റിനെ ഫ്രീ സ്പേസിൽ സംഭവിക്കുന്നത്. ഫ്രീ സ്പേസ് ഒരു നോൺ ഡിസ്പേഴ്സീവ് മീഡിയമാണ്. അവിടെ എല്ലാ വേവിലും ഒരേ സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് പല കളർ ചേരുന്നതല്ലേ, പല വേവ്സ് ചേരുന്നതാണ്. അപ്പോൾ അവിടെ ഗ്രൂപ്പ് വെലോസിറ്റി ഫേസ് വെലോസിറ്റി ഈക്വൽ എല്ലാം ഒരേ സ്പീഡിൽ പോരും. പക്ഷേ ഗ്ലാസ്സിലൂടെ കയറി കഴിയുമ്പോൾ സംഗതി മാറും. വേവ്സ് പല സ്പീഡിൽ പോവുകയും വേർപിരിയുകയും ചെയ്യും. അതല്ലേ ഡിസ്പേർഷൻ. അടുത്തത് പോയിൻ്റ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. 3 ഫോംസ് ഉണ്ട്. ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് എച്ച് ഓർ എച്ച് കട്ട്. അടുത്തത് ഡെൽറ്റ തീറ്റ ഇൻറ്റു ഡെൽറ്റ എൽ. ഡെൽറ്റ എൽ ക്യാപിറ്റൽ എൽ. അത് തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിളും എൽ എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെൻറ്റുമാണ്. അതിൻ്റെ പ്രോഡക്റ്റ് അൺസർട്ടനിറ്റി പ്രോഡക്റ്റ് ഡെൽറ്റ തീറ്റ ഇൻറ്റു ഡെൽറ്റ എൽ ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് എച്ച് കട്ട്. അടുത്തത് ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി, എനർജിയും ടൈമും കൂടെ, ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് എച്ച് കട്ട്. ഇത് ഞാൻ ചോദ്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് ഷ്രോഡിംഗർ ഇക്വേഷൻസ് ഓഫ് മാറ്റർ വേവ്സ്. 2 ഇക്വേഷൻ നമുക്ക് പരിചയമുണ്ട്, 3 ഉണ്ട്. ഇപ്പോൾ 2 പറയുന്നുള്ളൂ. 3ാമത്തെ ഡെറിവേഷനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ടൈം ഡിപ്പെൻഡൻറ്റ് ഫാക്ടറോട് ഒരു 5 വെച്ച്. അല്ലെ, ഇവിടെ ഇത് ടൈം ഡിപ്പെൻഡൻറ്റ് ഇക്വേഷനാണ്. എച്ച് കട്ട് മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഇൻറ്റു 1 ഡയമെൻഷണൽ കേസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വി സൈ ഈക്വൽസ് ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി. 3 ഡയമെൻഷണൽ കേസ് എടുത്താൽ ഈ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഡെൽ സ്ക്വയർ എന്ന് വരും. ഡെൽ സ്ക്വയർ മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഇൻറ്റു del square psi plus v psi equals I h cut dou psi by dou t. This is the time dependent equation and this is the time independent equation. Minus h cut square by 2m into dou square psi by d square psi by ഒരു 1 ഡയമെൻഷൻ എടുക്കുമ്പോൾ സ്മോൾ ഡോയോ ഡിയോ എടുക്കാം. psi by x square plus v psi equals E psi, where E is the total energy of the system. ഒരു പോസ്റ്റിംഗ് കൂടെ ഈ ടൈപ്പ് ഉണ്ടാവും. അതാ ഇമ്പോർട്ടൻ്റ്. കാരണം ഓപ്പറേറ്ററിൻ്റെ ഒന്ന് ബ്രീഫ് ചെയ്യണം. എന്നിട്ട് വേണം അത് പ്രോബ്ലത്തിൽ കൂടുതൽ ക്വസ്റ്റ്യൻസിലേക്കും ഏൺഫസ്റ്റ് തിയറത്തിൻ്റെ പ്രൂഫ് ഒക്കെ കാണാം. താങ്ക് യു.